അപ്പോൾ അതാ ആ തുള്ളിച്ചാടിയുള്ള സന്തോഷവും ആ ടാറ്റ പറച്ചിലും ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ടൗണിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഷോപ്പിലേക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ടൗണിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതായത് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ദാ ഹരിയേട്ടൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്. അതെ, ഡിസംബർ എത്തിയില്ലേ, അപ്പോൾ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത് കേട്ടോ. നവംബർ മാസം ഫസ്റ്റിൽ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ക്രിസ്മസ് ആവാറായി, ഡിസംബർ ആവാറായി, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റാറും ട്രീയും ഒക്കെ വാങ്ങിച്ചു തരണമെന്ന്. നമ്മളത് തള്ളി 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 ഡിസംബർ പകുതി വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള റോസ് ലൈൻ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ. മിക്കവാറും ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഹരിയേട്ടൻ ഈ ഷോപ്പിലാണ് വരാറ്. കാരണം ഇവിടെ ഹരിയേട്ടന് പരിചയമുള്ള ഒരു ഷോപ്പാണ്. അതായത് ഷോപ്പിലെ ഓണറുമായിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഷോപ്പിലാണ് നമ്മൾ മിക്കവാറും വരാറ്. അവർ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു തന്നു. അതിൽ 2-3 വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്ത 2-3 വെറൈറ്റി ലൈറ്റ് സെറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ സാധനം തന്നെ വാങ്ങിച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം നല്ല ഒരു സാധനം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. മക്കൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർ, അവർക്ക് ക്രിസ്മസ് സ്റ്റാറായിട്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാർഗെയിനിങ് ആണ് നടക്കുന്നത് കേട്ടോ. അതായത് എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമുക്ക് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ബാർഗെയിൻ ചെയ്യണം അല്ലേ. ഒരു 10 രൂപയെങ്കിലും നമുക്ക് അതൊന്നൊന്ന് ബാർഗെയിൻ ചെയ്യണം. അതുപോലെ സ്റ്റാറുകൾ, സ്റ്റാറിൻ്റെ എല്ലാ വെറൈറ്റികളും, പിന്നെ ന്യൂ ഇയർ ഗിഫ്റ്റ്, അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റ്, എല്ലാ ഐറ്റംസും ഇപ്പോൾ റോസ് ലൈൻ ഫാൻസിയിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇറങ്ങാൻ നേരത്ത് റോസ് ലൈൻ ഫാൻസി ആൻഡ് ഫുട്വെയർ ഈ ഷോപ്പിലാണ് പോയത് കേട്ടോ. ഇറങ്ങാൻ നേരത്ത് ഇക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്നിക്ക അതൊന്ന് പറഞ്ഞ് ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇക്ക ഒരു കുഴപ്പമില്ല, അത് ഡീസൻ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാറും കൂട്ടത്തിൽ നമ്മൾ ലൈറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി. അങ്ങനെ ആ ഒരു ലൈറ്റും സ്റ്റാറും ഒക്കെ ആയിട്ട് നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തി. ഹരിയേട്ടൻ്റെ വണ്ടിയുടെ ഹോൺ കേട്ടപ്പോഴത്തേക്ക് ഓടി ഓടി വരുന്നുണ്ട് സന്തോഷത്തോടെ. ലൈറ്റും സ്റ്റാറൊക്കെ എത്തിയല്ലോ, ലൈറ്റല്ല അവർ പ്രതീക്ഷിക്കുന്നത്, ക്രിസ്മസ് ട്രീയും സ്റ്റാറൊക്കെ എത്തിയല്ലോ എന്നുള്ളതിൽ. എന്തായാലും അവരെ ഒന്ന് ഹരിയേട്ടൻ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു. ഇനിയിപ്പോൾ എന്താണോ, ഇഷ്ടപ്പെടുമോ എന്തോ ഒന്നും അറിയില്ല. ഇഷ്ടപ്പെടും, കാരണം അവർക്കറിയാം മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് അവർക്ക് എന്തായാലും. അങ്ങനെ മോങ്കുട്ടൻ്റെ കയ്യിൽ ലൈറ്റും പൊന്നൂട്ടിയുടെ കയ്യിൽ സ്റ്റാറും ഉണ്ട്. അപ്പോൾ നമ്മുടെ മണിക്കുട്ടി പറഞ്ഞു, സാന്താക്ലോസിൻ്റെ ഒരു കുറവുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രകടനമാണ് ഇപ്പം മണിക്കുട്ടി അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് സ്റ്റാർ നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, ലൈറ്റ് നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, തൊട്ട് പിറകിൽ നമ്മുടെ സാന്താക്ലോസും കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹരിയേട്ടൻ ഇനി ഒട്ടും വൈകിക്കണ്ട, വീട്ടിനകത്തോട്ട് കയറുന്നില്ല, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യോടെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധാരണ പ്ലാന്റ് എടുത്തിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ കയറ്റി വെച്ചു. എന്നിട്ട് അതിൽ ആ ലൈറ്റൊക്കെ ഒന്ന് ഹരിയേട്ടൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. മക്കളിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ ചോദിച്ചു മക്കളോട്, മക്കളെ സന്തോഷമായോ, ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആ സന്തോഷ പ്രകടനം നമുക്ക് കുറച്ച് കഴിഞ്ഞ് അവിടെ കാണാം കേട്ടോ. ഞാനത് ആ ടൈമിൽ ക്യാമറ ഓൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആ സന്തോഷ പ്രകടനവും ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്കും ഇത് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവരതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ സന്തോഷ പ്രകടനം കേട്ടോ. ഓടി വന്നിട്ട് അച്ഛനോടുള്ള ആ ഒരു ഇഷ്ടപ്രകടനം, ആലിംഗനാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, നമ്മൾക്ക് എപ്പോഴും ഉണ്ടല്ലോ പതിവ് പോലെയുള്ള ആ ഒരു വീഡിയോ ഷൂട്ട്, ഫോട്ടോഷൂട്ട്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഞാനും പൊന്നപ്പയും അത് കാണുമ്പോൾ നമ്മുടെ ഹരിയേട്ടനും ഒട്ടും പുറകിൽ നിന്നിട്ടില്ല. അങ്ങനെ നീ മാത്രം അവിടെ നിന്നിട്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കണ്ട, എന്താ എനിക്കും ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ തൊട്ട് പുറകിൽ ഹരിയേട്ടനും വരുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിൻ്റെ പുറകിൽ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് തൂങ്ങി ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുകളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതാ ഹരിയേട്ടന് മൂടി വന്നിട്ട് അതെന്താന്നുള്ളത് നോക്കാനും കൂടിയാണ് ആൾ വന്നത്. അങ്ങനെ ആളും അവിടെ വന്നിരുന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ടും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ മനുമോനും രണ്ടുപേരും കൂടെ മുടിയൊക്കെ ഒന്ന് വേഗം ചന്താക്കുക എന്നാണ് പറയണത്. അങ്ങനെ അവരും അവിടെ ഇരുന്നിട്ട് ഇതാ തൊട്ട് പുറകിൽ പിന്നെന്താ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പൊന്നു സൂട്ടിയും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടുത്തിരുന്നിട്ടുള്ള നമ്മുടെ HR ഫാമിലിയുടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇപ്പോൾ കാണുന്നത് ഇതാ ഹരിയേട്ടൻ തൊട്ട് മുന്നിലുള്ള വീട്ടിൽ. ആ വീട് ഏതാണ്, ആരുടെയാണ് എന്നൊക്കെയുള്ളത് ഞാൻ നമ്മുടെ ഹോം ടൂറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ അവിടെ നിൽക്കുന്ന ആ ചേച്ചി ആരാണ് എന്നൊക്കെയുള്ളത് നമ്മുടെ ഹോം ടൂറിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും നമുക്കൊരു ചെറിയ ചെറിയ സസ്പെൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സസ്പെൻസ് അതാണ്. ആ വീട് ആരുടെയാണ്, ആ ചേച്ചി ആരാണ് എന്നൊക്കെയുള്ളത് ഞാൻ നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ ഹരിയേട്ടൻ പോയത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ലാഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇതാ ഞാൻ മക്കളോട് ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഈ ലാഡർ വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ, നമുക്ക് സ്റ്റാർ അവിടെ ഫിറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഹരിയേട്ടൻ കയ്യോടെ ഇപ്പോൾ തന്നെ പോയിട്ട് ലാഡർ എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് അവർ അത്രയും കൊതിച്ചിരിക്കുന്നതല്ലേ. എന്തായാലും ഇത്രയും ദിവസം വൈകി, ഇനിയിപ്പോൾ നാളത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കണ്ട, നമുക്കിപ്പോൾ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളതാ ക്രിസ്മസ് ട്രീയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്റ്റാറിലേക്കുള്ള സ്റ്റാർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ അതാ മണിക്കുട്ടി ഹെൽപ്പറായിട്ട് അവിടെ താഴെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹരിയേട്ടൻ സ്റ്റാറും അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോയുടെ സൗണ്ട്, അതായത് ഒറിജിനൽ സൗണ്ടിൽ തന്നെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ആ ഒറിജിനൽ സൗണ്ടിൽ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത്, കുറച്ചൊരു വണ്ടിയുടെയും ഒക്കെ ബഹളങ്ങൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങളെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ റോഡ് സൈഡാണല്ലോ വീട്, അപ്പോൾ അത് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നേരത്തെ സംസാരത്തിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഇതാ നമ്മുടെ സ്റ്റാറും അവിടെ ഹരിയേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ. ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ഇത് മാത്രമല്ല, പല 3-4 വെറൈറ്റി ഉണ്ട് ഇതിൽ. അത് നമുക്ക് വേണമെങ്കിൽ ആ സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ ആ 3-4 വെറൈറ്റീസ് മാറി മാറി വരും. നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക അനുഭൂതി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തൃക്കാർത്തിക വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് എല്ലാ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ആ ഒരു ദിവസം വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ക്രിസ്മസായി, ഡിസംബറായി, ക്രിസ്മസ് വരികയാണ്, 25th അടുത്ത് വരികയാണ് എന്ന് പറയുന്നതിനേക്കാളുമൊക്കെ അപ്പുറം ഈ ഒരു സെറ്റിങ്സ് അവിടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ ആ ഒരു കുഞ്ഞു മക്കളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വിശേഷം. ക്രിസ്മസ് വിശേഷമല്ല, ക്രിസ്മസിൻ്റെ മുൻപുള്ള ഒരുക്കങ്ങൾ. നമ്മുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും ഒരു കുഞ്ഞു സ്റ്റാറും, ആ ഒരു വിശേഷം ദാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ സ്റ്റാറും പിന്നെന്താ പറയുക നമ്മുടെ ആ ക്രിസ്മസ് ട്രീയും ഒക്കെ ഇഷ്ടമായോ? ഇനി ഇതെല്ലാം നോക്കിക്കൊണ്ട്, എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അതാ മുകളിൽ ഇരിക്കുന്നത് കണ്ടുവോ? മതിലിൻ്റെ മുകളിൽ നമ്മുടെ മനുമോനുൻ്റെ കട്ട ചങ്കാണ് കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് മുൻപുള്ള വീട്ടിലെ കുട്ടിയാണ് കണ്ണൻകുട്ടി. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടതും ആൾ അവിടുന്ന് ഓടി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. കണ്ണൻകുട്ടി അവിടെ മതിലിൻ്റെ മേലെ കയറിയിരിക്കും, മനുമോനും ഇവിടെ മതിലിൻ്റെ മേലെ കയറിയിരിക്കും. എന്നിട്ട് അവർ ഭയങ്കര എന്താ പറയുക ഇൻ്റർനാഷണൽ ഡിസ്കഷനൊക്കെ ഇവിടെ നടത്താറുണ്ട് ഈ ഒരു റോഡിൻ്റെ അക്കരെ ഇക്കരെ നിന്നിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഹരിയേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെയും സ്റ്റാറിൻ്റെ ഒരു ലോങ് വ്യൂ കാണിച്ചു തരികയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രിസ്മസിൻ്റെ മുൻപുള്ള ഈ ഒരു മുന്നൊരുക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ആയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ബൈ.